എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പഞ്ചാബി സ്റ്റൈൽ ചിക്കൻ കറിയാണ്. സാധാരണ നമ്മളുടെ നോർമൽ ചിക്കൻ കറികളിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു സ്വാദാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം, എന്തൊക്കെ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ ബ്രദറാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിനി അളവുകളൊന്നും പ്രത്യേകം പറയുന്നില്ല. ചിക്കനിലേക്ക് നമ്മൾ സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, പിന്നെ അതിലേക്ക് കുറച്ച് തൈര്, നാരങ്ങാനീര്, കുറച്ച് വിനീഗർ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടി ചേർത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈവച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കണം. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും മസാല ആവുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെല്ലാം മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതൊരു അരമണിക്കൂറോളം നമ്മൾ ചിക്കനിലെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു, നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു. അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ബട്ടറാണ്, കാരണം എണ്ണയല്ല, നമ്മളിത് പഞ്ചാബി സ്റ്റൈലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 50 ഗ്രാം ബട്ടറാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ബട്ടർ നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലാ ചിക്കനും ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് അതെന്താണെന്ന് നോക്കാം. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമ്മൾ വേറൊരു പാൻ വെച്ചു. അതിലേക്ക് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ ഉരുകി വരുമ്പോൾ നമ്മൾ അതിലേക്ക് മുളക് പൊടി, ഇപ്പോൾ മുളക് പൊടി ഈ ഒരു അളവ് വെച്ചിട്ട് ഇത് അധികം എരിവില്ലാത്തൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, നമ്മൾ നേരത്തെ ചേർത്ത അതേ മസാലകൾ തന്നെയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. എല്ലാ പൊടികളും നമ്മൾ ചേർത്ത ശേഷം വെണ്ണയിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ചെറു തീയിൽ വേണം വയ്ക്കാൻ, എന്നിട്ട് ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം. മസാല മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി കഷ്ണം ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ചേർക്കാനുണ്ട്, അത് തക്കാളിയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ ചേർക്കുന്നുണ്ട്. ഒരു 6-7 തക്കാളി ഇതേപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം, ജ്യൂസാക്കി എടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. തക്കാളി എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. നമ്മളെ ചിക്കൻ ഇവിടെ വെച്ചിട്ടുണ്ട്, അത് മറക്കരുത്. അത് ഇടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. തക്കാളിയൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഗരം മസാല. ശരിക്കും ഗരം മസാല ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ അല്ലെങ്കിൽ ജീരകത്തിൻ്റെ ഫ്ലേവർ മുന്തി നിൽക്കും. അപ്പോൾ നമുക്ക് അത്ര ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കുറച്ച് ഗരം മസാല കൂടി ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. തക്കാളിയുടെ മിക്സ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ തക്കാളി മിക്സ് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കനിൽ തക്കാളി മിക്സ് ചേർത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്, അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ്റെ കളറൊക്കെ മാറി തുടങ്ങി, നല്ല റെഡ് കളറായി വരുന്നുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ചിക്കൻ കറിയിൽ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് നീളത്തിലരിഞ്ഞ ഇഞ്ചി കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്, അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളുടെ പഞ്ചാബി സ്റ്റൈൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളെ നോർമൽ ചിക്കൻ കറികളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലേവറാണ്. ചപ്പാത്തി, നാൻ, അങ്ങനെ അതിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസ് ആയിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പോൾ ഇന്ന് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. താങ്ക്